നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ മതത്തിന്റെ പേരിൽ പുതിയ പുതിയ ആഘോഷങ്ങളൊക്കെ വന്നത് എങ്ങനെയാന്ന്? ഇപ്പൊ നമ്മൾ പറയല്ലേ മുഹറം മാസത്തിൽ അല്ലെങ്കിൽ റജബ് മാസത്തിൽ ബറാഅത്ത്, ഷാബാനില് ബറാഅത്ത്, റജബ് നോമ്പ്. ഇതെങ്ങനെ വന്നതാന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ചരിത്രം അറിയുന്നത്. റസൂലുള്ള പറഞ്ഞിട്ടില്ല, ഖുലഫാഉ റാഷിദീങ്ങൾ പറഞ്ഞിട്ടില്ല, ആദ്യത്തെ 3 നൂറ്റാണ്ട് 300 കൊല്ലത്തിന്റെ ഇടക്ക് വന്നിട്ടില്ല. പിന്നെ ചില മനുഷ്യന്മാർക്ക് തോന്നി ഓരോ മാസവും ഒരു വെറൈറ്റി ആഘോഷം വേണം. അങ്ങനെ വന്നു. റജബിൽ അത്, ഷാബാനില് ബറാഅത്ത്, റമളാനില് നോമ്പ്, ശവ്വാല് പെരുന്നാള്, അങ്ങനെ വന്നതാ ഓരോന്നും. അങ്ങനെ വന്നതാ മൗലൂദും ഒക്കെ. അതുകൊണ്ടാ തേവ പാടിയതും മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇങ്ങനെ വന്നതാ. അന്ന് അവര് ഈ മതത്തിന്റെ ആഘോഷം ആഗ്രഹിച്ചിരുന്ന ചില ആൾക്കാർ, ഷിയാ മനസ്സുള്ള ആളുകൾ ചിന്തിച്ചത് ഓരോ മാസത്തിലും ഒരു വെറൈറ്റി ആഘോഷം. അന്ന് ചിലര് ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കല്, കൂടല്, തിന്നല്, അടിച്ചുപൊളിക്കല്, എന്തെങ്കിലുമൊക്കെ കുറെ പാടല്, ചെല്ലല്, അങ്ങനെ വന്നതാ. അതൊക്കെ അങ്ങനെ വന്നതാ. ബുർദയും മജ്ലിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാ. ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ ചിലർക്ക് തോന്നി ഏതായാലും അതൊക്കെ പഴഞ്ചനായി, ഇനി പുതിയ പുതിയ ആഘോഷം വരണം. ഓരോ മാസം വന്നില്ലെങ്കിലും ഇടക്കിടക്ക് വരണം. അപ്പൊ എന്തൊക്കെ വന്നു? ആദ്യം വന്നു പെൺകുട്ടി ജനിച്ച ബർത്ത്ഡേ ആഘോഷം വന്നു. കുറച്ചു കാലം കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കാതുകുത്താൻ കൊണ്ടുപോയി. കാതുകുത്ത് കല്യാണം. ഇതെന്തിനാപ്പോ? ഷെയർ ഇടാനും ലൈക്ക് വാങ്ങാനും വീഡിയോ പകർത്താനും. കുറച്ച് കഴിഞ്ഞ് കുട്ടിക്ക് ഒരു 7 വയസ്സായി. ഓക്ക് വലിയ പെണ്ണാന്ന് അറിയിച്ചു. അപ്പോ മാസ കല്യാണം. ഇങ്ങനെ പോകുക ഓരോന്നും. എത്ര കുടുംബങ്ങളിലാ ഓരോരോ ആചാരങ്ങൾ പുതിയ പുതിയ വരുന്നത്. ഇതിന് നിന്നൊടുക്കുന്ന ചില വാപ്പാരുണ്ട്, വയസ്സന്മാര് വാപ്പാര്. വാപ്പന്റെ ഇമ്മനെ 50ാം വിവാഹ വാർഷികം. വാപ്പയും ഇമ്മയും നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് സുന്ദരന്മാരായിട്ട് കുത്തിരിക്കുന്നത് കാണാം. ഒരു സന്തോഷങ്ങൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, മനസ്സ് തുറന്ന് സംസാരിച്ച് തീർത്തോ? ഇതിപ്പോ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നാട്ടുകാരെ ലൈക്കും ഷെയറും കിട്ടണം. അതല്ലാത്ത എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടോ?